കാരണം അവർ ആഗ്രഹിച്ചത് ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഒരു പൊതു നിയമത്തിന് യോഗ്യമല്ല എന്ന് വരുത്തി തീർക്കണം. ഇസ്ലാമിന്റെ നിയമങ്ങൾ രാജ്യത്ത് പൊതുജനങ്ങൾക്ക് ഗുണകരമല്ല എന്നൊരു ചർച്ച കൊണ്ടുവന്ന് പൊതുവായൊരു നിയമം എല്ലാവർക്കും വരണം. അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും വിവാഹത്തിലും മരണത്തിലും അനന്തരത്തിലും എല്ലാ കാര്യത്തിലും ഒരു നിയമം വേണം എന്നൊരു സാമൂഹിക ചർച്ച കൊണ്ടുവരലായിരുന്നു എന്ന് കുറച്ചു കഴിഞ്ഞാൽ മനസ്സിലായത്. ഏതായിരുന്നാലും അതിന് കൃത്യമായ മറുപടികളൊക്കെ നൽകിയെങ്കിലും അവരുടെ ലക്ഷ്യം അതല്ലാത്തത് കൊണ്ട് തന്നെ അതെല്ലാം ഒരു വെട്ടി ഒഴിവാക്കി. നമ്മുടെ സുക്കൂർ വക്കീല് കേരളത്തിൽ ഒരു താരമായി മാറിയിട്ടുണ്ട്. പുള്ളിക്ക് വേണ്ടിയത് നല്ലൊരു പബ്ലിസിറ്റിയാണ്, അയാൾക്കറിയാം. ഏതായിരുന്നാലും ഇത് നൂറ്റാണ്ടുകൾ പിന്നിടുന്ന ഇസ്ലാമിനും മുസ്ലിം സമൂഹത്തിനും കൃത്യമായി ബോധ്യമുള്ളതാണ്. എത്രയോ നിരീശ്വരവാദികൾ ചോദിച്ചു കഴിഞ്ഞു പോയതാണ്. പിന്നെ പുള്ളിക്കാരൻ മൂന്നാംകിട പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതായിരിക്കും. ഏതായാലും ശരി, അത് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ ഒരു അവസരമായി മാറുകയാണ് ഉണ്ടായത്. മുസ്ലിമീങ്ങൾക്ക് കൂടുതൽ അനന്തരത്തിന്റെ വിഷയത്തിൽ പഠിക്കാനുള്ള അവസരമാണ് ഉണ്ടായത്. ഒരാള് മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു മുസ്ലിം മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ സമ്പാദ്യത്തിന്റെ അനന്തരാവകാശികൾ, അവന്റെ സമ്പത്ത് അനന്തരമായിട്ട് എടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? അവർക്കെടുക്കാവുന്ന അളവ് എത്രയാണ്? സമ്പത്തിന്റെ വിഷയത്തിൽ മുസ്ലിങ്ങളോട് പഠിപ്പിക്കപ്പെട്ടതുപോലെ ലോകത്തേത് മതവിഭാഗമാണ് ലോകത്തെ സമ്പത്തിന്റെ വിഷയത്തിലെ വിശുദ്ധിയും മര്യാദയും പഠിപ്പിച്ചിട്ടുള്ളത്? നാം സമ്പാദിക്കുന്ന സമ്പത്ത് മുഴുവനും ഇഷ്ടാനുസരണം തന്റെ ഇംഗിതത്തിന്റെ അനുസരിച്ച് വിനിയോഗിക്കാൻ ഒരു മുസ്ലിമിന് കഴിയുകയില്ല. മറ്റു മതസ്ഥരുടെ കാര്യം നമുക്കറിയില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ കോടീശ്വരനാകട്ടെ തന്റെ സമ്പത്ത് എന്ന് പറഞ്ഞ് തന്റെ ഇംഗിതത്തിന്റെ അനുസരിച്ച് വിനിയോഗിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. സമ്പത്ത് തന്റേതാണെന്ന് അവൻ പറയുമ്പോഴും ഈ ദുനിയാവിൽ കാലിയായ കരങ്ങളോടെ വന്ന് ഈ ദുനിയാവിൽ വന്നതിന് ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് നൽകിയ ബുദ്ധിയും കഴിവും സാമർഥ്യവും അതുപയോഗിച്ചവൻ നേടിയ വിദ്യാഭ്യാസം, അതിലൂടെ അവൻ എത്തപ്പെട്ട ജോലി, അതിലൂടെ അവൻ നേടിയെടുത്ത ബിസിനസ്സുകൾ, വരുമാനങ്ങൾ, അതിലൂടെ അവൻ കുറെ സമ്പത്ത് നേടിയാൽ അത് തന്റേതെന്ന് പറയാൻ ഒരിക്കലും ആകില്ല. താൽക്കാലിക സൂക്ഷിപ്പധനം പോലെ മാത്രമാണ്. തന്റെ അധീനതയിൽ തന്നോടൊപ്പം കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കതിൽ അവകാശമുണ്ട്, അതിൽക്കവർക്ക് കൃത്യമായ പങ്കുണ്ട്. وفي أموالهم حق للسائل والمحروم وفي أموالهم حق للسائل والمحروم. അവരുടെ സമ്പത്തിൽ തീർച്ചയായിട്ടും അവകാശമുണ്ട്. എന്റെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്ത് എന്റേതാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതിൽ അവകാശമുണ്ട്. ലിസ്സായിലി, ചോദിച്ചു വരുന്നവന്, ആവശ്യക്കാരന്, വൽ മഹ്റൂം, അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനങ്ങൾക്കനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോയ, വേദനകൾ അനുഭവിക്കുന്ന, പ്രയാസപ്പെട്ട് ജീവിക്കുന്നവർക്കും അതിൽ അവകാശമുണ്ട്. ഇങ്ങനെ പഠിപ്പിച്ച മതമേതാ ലോകത്തിലുള്ളത്? ആരാ ഇതുപോലെ സുന്ദരമായൊരു നിയമം ലോകത്തിന്റെ പഠിപ്പിച്ചത്? സുക്കൂർ വക്കീല് പറഞ്ഞു, എന്റെ മരണം സംഭവിച്ചാൽ, ഞാൻ ഇന്ന് മരണപ്പെട്ടു പോയാൽ എന്റെ സമ്പത്ത് കിട്ടുന്നത് എന്റെ പെൺമക്കൾക്കല്ല, എന്റെ പെൺമക്കളോടൊപ്പം എന്റെ സഹോദരങ്ങൾക്ക് കൂടെ ഒരു വിഹിതം പോകും. ആധുനിക ലോകം പ്രത്യേകിച്ച് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ പോലും കേൾക്കുന്നത് പെണ്ണ് എന്ത് എന്നതിനെ കുറിച്ച് തീരുമാനം കൃത്യമായി മനസ്സിലായിട്ടില്ലാത്ത, എന്താണ് സ്ത്രീ എന്ന് മനസ്സിലാകാത്ത സമൂഹങ്ങളിൽ മാത്രമാ. സ്ത്രീയെ വെറും കച്ചവട ചരക്കായി, ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു ശരീരവും അതൊരു ഉപഭോഗ വസ്തുവും അതൊരു വരുമാന മാർഗവും അത് യൂസ് ആൻഡ് ത്രോയുടെ ഒരു ഉപകരണവുമായി കാണുന്ന സമൂഹങ്ങളിലാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ വരിക. അതിനപ്പുറം സ്ത്രീ മനുഷ്യനാകുന്ന മാനവിക സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു റോൾ നിർവഹിക്കേണ്ട ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കുന്ന സമൂഹത്തിൽ അത് ഉണ്ടാവുകയില്ല. മനുഷ്യനോട് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അവനോട് പറയുന്നത്, ആണിനെ പോലെ പെണ്ണുമാകണം, പെണ്ണിനും സമ്പാദിക്കണം, പെണ്ണിനും ജോലി വേണം, പെണ്ണിനും വരുമാനം വേണം. അതെ, ആയിക്കോട്ടെ. എന്നാൽ പെണ്ണിനു മാത്രം കഴിയുന്ന കുറെ ജോലികളുണ്ട്, പെണ്ണിനു മാത്രം, സ്ത്രീകൾക്ക് മാത്രം ലോകത്ത് സാധ്യമാക്കാൻ കഴിയുന്ന കുറെ ജോലികളുണ്ട്. അതിനാര് വരും എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ആൻസർ ഉണ്ടാവില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചോ എന്നറിയില്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പ്, കുറെ കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു വൃദ്ധസദനത്തിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ
അന്ന് മന്ത്രിസഭയിലുണ്ടായിരുന്ന ഒരു മുസ്ലിം പേരുകാരനായ മന്ത്രി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ പറഞ്ഞു, ഈ വൃദ്ധസദനങ്ങൾ നല്ലതിന്റെ സൂചനയല്ല, ഇത് അശുഭകരമായ അവസ്ഥയാണ്, ഇത് നല്ലതല്ല, സുഖകരമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സമുദായത്തിൽ, ഞാൻ ഉൾക്കൊള്ളുന്ന സമുദായത്തിൽ ഈ വിഷയങ്ങൾ വളരെ കുറവാണ്. എന്റെ നാടും ഞാൻ ഉൾക്കൊള്ളുന്ന സമൂഹവും ഈ വിഷയത്തിൽ ഭിന്നരാണ് എന്നത് ആത്മാഭിമാനത്തോടെ ഞാൻ പറഞ്ഞു പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് കേരളത്തിലെ 17ാമത്തെയോ 18ാമത്തെയോ വൃദ്ധസദനമായിരുന്നു അന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അന്ന് ഉദ്ഘാടനം ചെയ്ത ആ മന്ത്രി അതെല്ലാം പറഞ്ഞു കാലം പിന്നിട്ടു. ഇപ്പോ ആ സമുദായത്തിൽ, അതായത് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന മുസ്ലിം സമുദായത്തിന്റെ ഉപ്പമാരെ കൊണ്ടുപോയി ഉപേക്ഷിക്കുവാൻ വൃദ്ധസദനങ്ങളിൽ നിരന്തരം അപേക്ഷകൾ വരുന്നുണ്ട് എന്നത് കുറെ കാലമായി സോഷ്യൽ സർവീസിന്റെ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഒരാള് എന്നുള്ള നിലയിൽ എനിക്കും ബോധ്യമാണ്. ഇന്നലകളില്ലായിരുന്നു അത്. ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ മാതാപിതാക്കളെ, പ്രായാധിക്യം ചെന്നവരെ കൊണ്ടുപോയി ഉപേക്ഷിക്കുവാൻ ക്യാഷ് വേണോ ക്യാഷ് തരാം, എന്ത് വേണോ വേണം തരാം, ഈ ബാധയൊന്ന് ഒഴിപ്പിച്ചു തന്നാൽ മതി എന്ന് പറയാതെ പറയുന്ന മക്കളുടെ കാലം എന്തുകൊണ്ടുണ്ടായി? മാതാപിതാക്കൾ ആര് എന്ന് ഒരുപാട് പഠിച്ച വിദ്യാർത്ഥികളോട് മാതാപിതാക്കൾ ആര് എന്ന് പഠിപ്പിക്കാൻ വിട്ടുപോയ മാതാപിതാക്കൾ ഒരു കാലത്ത് അവർ കണ്ണീരോടെ മക്കളെ നോക്കിയിട്ട് പരിതപിക്കുമ്പോൾ ആ മക്കളെ കുറ്റപ്പെടുത്താൻ ആകില്ല എന്ന് തിരിച്ചറിവുണ്ടാകട്ടെ. മുമ്പ് സൂചിപ്പിച്ചല്ലോ, മാതാപിതാക്കൾക്ക് മക്കളോട് കുറെ കടമയുണ്ട്. അത് കഴിയുമ്പോഴാണ് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമയുണ്ടാകുന്നത്. മാതാപിതാക്കൾ മക്കളോടുള്ള കടമ നിർവഹിച്ച് വളരുമ്പോഴാണ് ആ മക്കൾക്ക് മാതാപിതാക്കളെ തിരിയുക. ഇതാ മക്കൾക്ക് മാതാപിതാക്കളെ തിരിയുന്നില്ല. നേരം പുലർന്ന് ഉറങ്ങിക്കിടക്കുന്ന ഉറക്കപ്പായയിൽ അല്ലെങ്കിൽ ഉറക്കാൻ കിടത്തിയ കിടക്കയിൽ നിന്ന് കണ്ണു തുറക്കുമ്പോൾ തനിക്ക് ജന്മം തന്ന, മാറോട് ചേർത്ത് വെച്ച് പാല് തന്ന അമ്മയെ കാണുന്നില്ല. അമ്മ എവിടെ പോയി? അമ്മയെ കാണുന്നില്ല. അമ്മ രാവിലെ ബാഗുമെടുത്ത് ഓഫീസിൽ പോയി. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഓഫീസിൽ പോകുന്നതിനെ കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ നിർവഹിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ ആ സ്ത്രീക്ക് പകരം വേറൊരു സ്ത്രീ ഏൽപ്പിക്കപ്പെട്ട സമൂഹത്തിൽ ആ മക്കള് പിന്നീട് ആ മാതാപിതാക്കൾക്ക് ഉപകരിച്ചത് എത്ര ചരിത്രം നമുക്ക് പറയാൻ കഴിയും. ഒരു മാതാവിനോട് ഒരു കുഞ്ഞിനുണ്ടാകുന്ന അറ്റാച്ച് ഉണ്ട്, ഒരു പിതാവിനോട് ഒരു കുട്ടിക്കുണ്ടാകുന്ന ബന്ധമുണ്ട്. അത് പിന്നീട് വിളക്കി ചേർത്ത് എടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് ചില പ്രത്യേക സാഹചര്യത്തിൽ, കുഞ്ഞു പ്രായത്തിൽ അമ്മേ, അച്ഛ, ഉപ്പ, ഉമ്മ എന്ന് വിളിച്ച് നടക്കുന്ന, ആ പിച്ച വെച്ച് കൈവിരൽ പിടിച്ച് നടക്കുന്ന ഒരു പ്രായത്തിൽ ഒരു കുട്ടി തന്റെ മാതാവിന്റെ ആ കൈവിരലുകളിലൂടെ തന്റെ ഹൃദയത്തിലേക്ക് പകർന്നു വരുന്ന ഒരു സ്നേഹത്തിന്റെ ലാളനയുടെ ഒരു അദൃശ്യ ബന്ധമുണ്ട്, ഒരു നൂൽബന്ധമുണ്ട്. ആ ബന്ധം പിന്നീട് കൊടുക്കാൻ കഴിയുന്നതല്ല. എത്രയോ വീഡിയോകൾ, ഒരുപാട് ഡോക്യുമെന്ററികൾ ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. സമാനമായി വൈകുന്നേരം സ്കൂൾ വിട്ടു വരുമ്പോൾ അമ്മയും വീട്ടിലെ വേലക്കാരിയും ഒരുമിച്ചിരിക്കുമ്പോൾ കുട്ടി ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത്, ഓടി അടുത്തേക്ക് വരുന്നത് വേലക്കാരിയുടെ മുമ്പിലാണെങ്കിൽ അതിന്റെ പേരിൽ വേലക്കാരിയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? കാരണം കുട്ടിക്ക് അമ്മയെ അറിയില്ല, കുട്ടിക്ക് മാതാവിനെ അറിയില്ല, കുട്ടിക്കറിയുന്നത് വേലക്കാരിയാണ്. കാരണം കുട്ടിക്ക് ബോധമുള്ള കാലത്ത് കുട്ടിക്ക് പാല് കൊടുത്തത്, കുട്ടിക്ക് ഭക്ഷണം കൊടുത്തത്, കുട്ടിക്ക് സ്നേഹം കൊടുത്തത്, കുട്ടിയെ പരിലാളിച്ചത് ആ വീട്ടിലെ വേലക്കാരിയായിരുന്നെങ്കിൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ചോദിച്ചറിഞ്ഞ് കാര്യങ്ങൾ ചെയ്ത കാലത്ത് ആ കുട്ടിക്ക് സാന്ത്വനം പകർന്നത് വീട്ടിലെ വേലക്കാരിയായിരുന്നെങ്കിൽ ഇതല്ല വേണ്ടത് എന്നാണ് ഇസ്ലാം ലോകത്തിനോട് പഠിപ്പിക്കുന്നത്. അവിടെയാണ് എന്തിനാണ് അനന്തരസ്വത്തിൽ പെണ്ണിന് ഒരു ഓഹരി, എന്തിനാണ് വിവാഹത്തിന്റെ മൂല്യം, എന്തിനാണ് അനന്തര സ്വത്ത് വരുമ്പോൾ ആണിന് 2 ഓഹരി? ഇത് പഠിക്കാതെ പോയ സുക്കൂർ വക്കീല് ജഹന്നമിലേക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു എന്ന് വേണം കണക്കാക്കാൻ. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ആത്മാർത്ഥമായിട്ട് നമുക്ക് ദുആ ചെയ്യാം. പൊട്ടക്കണ്ണൻ ആനയെ കണ്ടതുപോലെ മനസ്സിലാകാത്ത കാര്യം മനസ്സിലായില്ല എന്ന് മനസ്സിലാക്കണം. ഇല്ലാതെ താൻ മനസ്സിലാക്കിയതാണ് ശരിയെന്ന് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും വലിയ വിഡ്ഢികളുടെ സ്വർഗത്തിലേക്കാവാൻ പോകുന്ന മറ്റൊരു കാര്യം കൂടെ ഖേദകരമായി ഓർമ്മപ്പെടുത്തേണ്ടത്, ചില രാഷ്ട്രീയങ്ങൾ നമുക്കിടയിലുണ്ട്. ചില രാഷ്ട്രീയങ്ങൾ, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ നിയന്ത്രണത്തിലുള്ള ഫാഷിസം, അത് മുസ്ലിങ്ങൾക്ക് എത്രത്തോളം ശത്രുത, എത്രത്തോളം ഭീഷണിയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഭീഷണി ഒരുപക്ഷെ നമ്മുടെ ജീവൻ പോകും. അത്രയേ ഉള്ളൂ, നമ്മുടെ ജീവൻ പോകും. ഫാഷിസം നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ നമ്മുടെ ജീവൻ എടുക്കും, നമ്മുടെ സമ്പത്ത് പോകും, നമ്മുടെ അഭിമാനം പോകും, നമ്മുടെ മാനം നഷ്ടപ്പെടും. പക്ഷെ ആഖിറത്തിൽ ആ മാതാപിതാക്കൾക്കും മക്കൾക്കും ഒരുമിച്ചൊന്ന് കാണാനെങ്കിലും ഈമാനോടെയാണ് മരിച്ചത് എങ്കിൽ, ഈമാനോടെയാണ് മൗത്തായതെങ്കിൽ ആഖിറത്തിൽ ഒന്ന് കാണാനെങ്കിലും അള്ളാഹു അവസരം നൽകും. എന്നാൽ താൽക്കാലിക ലാഭത്തിന് വേണ്ടി, ഒരു കസേരക്ക് വേണ്ടി, ഒരു സീറ്റിന് വേണ്ടി
ഏതെങ്കിലും തരത്തിൽ ഇതിന് വിരുദ്ധമായ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഇറങ്ങിയ ആളുകൾക്കാണ് ഈ ഗതികേട്, സുക്കൂറിന്റെ ഗതികേടൊക്കെ വന്നത്. കാരണം അവർക്ക് അതിലേക്ക് ചെല്ലുന്ന മറ്റു മതസ്ഥർക്കൊന്നും ഇല്ലാത്ത ചില ഫർളുകൾ മുസ്ലിമിനുണ്ട് എന്നതാണ് വേദനയോടെ ഓർക്കേണ്ടത്. എനിക്ക് ഒരു രാഷ്ട്രീയത്തിനോട് എതിർപ്പില്ല, അനുകൂലമില്ല. പക്ഷെ പറയേണ്ടി വരികയാണ്, ചില രാഷ്ട്രീയം ജീവിതത്തിന് വേണ്ടി ദുനിയാവിന്റെ ജീവിതത്തിനായിരിക്കണം. രാഷ്ട്രീയം ദുനിയാവിന്റെ ജീവിതത്തിനായിരിക്കണം. ഇല്ലാതെ ദീനിനെ കൊന്നു കൊലവിളിച്ച് രാഷ്ട്രീയം വളർത്താൻ വേണ്ടി ആകരുത് മുസ്ലിമിന്റെ രാഷ്ട്രീയം. ഞാൻ മരിച്ചു പോയാൽ എന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം എന്റെ സഹോദരങ്ങൾക്ക് കൂടി കിട്ടുന്നു പോലും. അതുകൊണ്ട് ഒരു രജിസ്റ്റർ മാരേജ് നടത്തി എന്റെ മക്കൾക്ക് മാത്രമായിട്ട് എന്റെ സമ്പത്ത് കിട്ടാവുന്ന മാർഗം ചെയ്യണം. പണ്ടൊരിക്കൽ പുള്ളിക്കാരന്റെ കുടുംബത്തിൽ നിന്നും 2 ഓഹരി കിട്ടിയപ്പോൾ അന്ന് ഈ പരാതിയില്ല. ഇപ്പോ അത് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട സമയമാകുമ്പോ അപ്പോഴാ പരാതി വരിക. ഈ പരാതി എന്തിനു വേണ്ടി? ആണിന് പെണ്ണിനുള്ളതിനേക്കാളും 2 ഓഹരിയുണ്ട്. ഞാൻ മരിച്ചു, 3 ലക്ഷം രൂപ ബാക്കിയാക്കിയിട്ട് പോയി. ഉദാഹരണത്തിന് എനിക്ക് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണുള്ളത് എങ്കിൽ 2 ലക്ഷം രൂപ മോന് കൊടുക്കും, 1 ലക്ഷം രൂപ മോക്ക് കൊടുക്കും. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. എന്തിന് ഈ 1 ലക്ഷം രൂപ കൊടുക്കുന്ന മകൾക്ക് അത് പോക്കറ്റ് മണി പോലെ ബാങ്കിൽ കൊണ്ടുപോയോ കയ്യിലോ അത് സൂക്ഷിച്ചു വെക്കാം. ഒരു സാഹചര്യത്തിലും ചെലവാക്കേണ്ട ആവശ്യം അവൾക്കില്ല. അവളുടെ സ്വന്തം ഇഷ്ടത്തിലല്ലാതെ, അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ ഒരു സ്ഥലത്തും ചെലവാക്കേണ്ട ആവശ്യം ഒരിക്കലും അവൾക്കുണ്ടാകുന്നില്ല. എന്നാലോ 2 ലക്ഷം കൊടുത്ത സഹോദരൻ, മകൻ, അവനെ സംബന്ധിച്ചിടത്തോളം ആ സമ്പത്ത് അവന് വേണ്ടി ബാക്കിയാകുന്നില്ല. അവന്റെ ബാധ്യതയാണ്. പിതാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉമ്മാനെ നോക്കേണ്ട ബാധ്യത അവനാണ്. വിവാഹം കഴിഞ്ഞിട്ട് പരാജയപ്പെട്ട് വീട്ടിൽ വരുന്ന പെങ്ങളുണ്ടെങ്കിൽ അവളുടെ ചെലവ് നോക്കേണ്ട ബാധ്യത അവനാണ്. കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ബാധ്യത അവനാണ്. അവരുടെ ചികിത്സാകാര്യം നോക്കേണ്ട ബാധ്യത അവനാണ്. വിദ്യാഭ്യാസം നൽകേണ്ട ബാധ്യത അവനാണ്. വീട് നിർമ്മിക്കേണ്ട ബാധ്യത അവനാണ്. ചെലവ് കൊടുക്കേണ്ട ബാധ്യത അവനാണ്. ചുരുക്കത്തിൽ ഒരു കുടുംബത്തിന്റെ എല്ലാ ചെലവുകളും പരിശുദ്ധ ഇസ്ലാം ഏൽപ്പിക്കുന്നത് ഒരാണിനെയാണ്, പുരുഷനെയാ. ഈ സാഹചര്യങ്ങളിലൊന്നും തന്നെ ഒരു പെൺകുട്ടിക്ക് തന്റെ കയ്യിലുള്ള പണം അതിനുവേണ്ടി ചെലവഴിക്കാൻ നിർബന്ധമായ ബാധ്യതയില്ല. പിന്നെന്തിനാ ഈ പണം കൊടുക്കുന്നത്? നമ്മുടെ തൊട്ടടുത്ത രാജ്യമാകുന്ന പാകിസ്ഥാനിൽ അവിടുത്തെ വിവാഹ രീതികളുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. എത്രത്തോളമാണ് അതിന്റെ ചരിത്രം അറിയാം. ഏതായിരുന്നാലും കേൾക്കുന്നത് ശരിയാണെങ്കിൽ അവിടെ വിവാഹത്തിന് ഇണകളെ തെരഞ്ഞെടുക്കാൻ പോകുന്നത് ബ്രോക്കർമാരല്ല, പിന്നെയോ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ അവൻ ഇറങ്ങിപ്പോകണം. അവൻ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും വീട്ടിന്റെ മുകളിൽ ഒരു പ്രത്യേക കളറിലുള്ള കൊടി നാട്ടിയിട്ടുണ്ടാകും. കൊടി നാട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലൊരു പെൺകുട്ടിയെ കെട്ടിക്കാൻ സമയമായിട്ടുണ്ട്, വിവാഹം കഴിപ്പിക്കാൻ സമയമായിട്ടുണ്ട് എന്നാണ്. നേരെ ആ വീട്ടിലേക്ക് ചെല്ലും. അസ്സലാമു അലൈക്കും. സലാം അടക്കുമ്പോൾ പെണ്ണിന്റെ ഉപ്പ അല്ലെങ്കിൽ രക്ഷകർത്താവ് വന്നിട്ട് ചോദിക്കും, എന്താ കാര്യം? വിവാഹം കഴിക്കാൻ വന്നതാ. ആണല്ലേ? ബാക്കി ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു. എല്ലാ ഡീറ്റെയിലും പറയുമ്പോൾ അകത്ത് പോയി കുട്ടിയോട് പറഞ്ഞു കഴിയുമ്പോ ആ കുട്ടിയോട് ചോദിക്കും, എങ്ങനെയാ, ഓക്കെ ആണോ, ഇഷ്ടപ്പെട്ടോ? ചെറുതായിട്ടൊന്ന് കാണിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഇനി മോള് പറ, എന്താ വേണ്ടത്? എനിക്ക് പട്ടണം മുഴുവനും വേണം, അല്ലെങ്കിൽ ജില്ല മുഴുവനും വേണം, ബെൻസ് വേണം, ഏത് വേണോ അവൾക്ക് ചോദിക്കാം. അത് അവളുടെ ഇഷ്ടമാണ്, അവൾക്ക് ചോദിക്കാം. അതിൽ അളവും തൂക്കവും മഹാനായ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ രണ്ടാമത്തെ ഖലീഫ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഖലീഫയായിരിക്കുന്ന കാലത്ത് സ്ത്രീകൾ മഹർ ചോദിക്കുന്ന വിഷയത്തിന് മാനദണ്ഡം വെക്കണം, അളവ് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ രണ്ടാമത്തെ ഖലീഫയുടെ മുമ്പിൽ പുരുഷന്മാർ പരാതി കൊടുത്തു. ആ പരാതി കൊടുക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുദ്ധരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് അള്ളാഹു നൽകിയ അവകാശമാണ്. അവർക്ക് വേണ്ട സമ്പത്ത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പെണ്ണിന് വേണ്ട സമ്പത്ത് ചോദിക്കുവാൻ ഒരു സ്ത്രീക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. എന്ത് വേണമെങ്കിലും ചോദിക്കാം. അത് കൊടുക്കാൻ കഴിയുന്നവൻ പെണ്ണ് കെട്ടിയാൽ മതി എന്നാണ്. ഇല്ലാത്തവൻ നോമ്പും പിടിച്ചുകൊണ്ട് നടന്നോട്ടെ എന്നാ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത്. എന്തിനാ അവൾക്ക് ചോദിക്കാൻ ഈ സ്വാതന്ത്ര്യം കൊടുത്തത്? 2010 തൊട്ടടുത്ത രാജ്യമായ ഒമാന്റെ പാർലമെന്റിൽ വലിയൊരു നിവേദനം വന്നു. സ്ത്രീകളോട് മാന്യമായി മഹർ ചോദിക്കാൻ പറയണമെന്നതായിരുന്നു. പെണ്ണ് കെട്ടാൻ പറ്റുന്നില്ല, പുരുഷന് പെണ്ണ് കെട്ടാൻ പറ്റുന്നില്ല എന്നാ പറഞ്ഞേ. ലോകത്ത് ഇസ്ലാം കൊടുത്തതുപോലെ സ്വാതന്ത്ര്യം പെണ്ണിന് ലോകത്താരും കൊടുത്തിട്ടില്ല എന്ന് സുക്കൂർ വക്കീലിന് തിരിഞ്ഞെങ്കിൽ ജഹന്നമിന്റെ ടിക്കറ്റ് ഇപ്പോഴേ എടുക്കണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇതുപോലത്തെ വിടുവായുത്തങ്ങളും വിഡിത്തങ്ങളും കേട്ടുകൊണ്ട് പുതിയ തലമുറ ചെറുപ്പക്കാരൊന്നും കുഴിയിലേക്ക് പോകേണ്ടതില്ല. അള്ളാഹു തിരിച്ചറിവ് തരട്ടെ. പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അൽഹംദുലില്ലാഹ് പടിവാതിൽക്കലേക്ക് എത്തുകയാണ്. ആ റമളാനിലേക്കുള്ള ഒരുക്കം തുടങ്ങാൻ സമയമായി. ആ റമളാനുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യേണ്ടതുണ്ട്. റമദാന് വേണ്ടി പള്ളികൾ ഒരുങ്ങാൻ തുടങ്ങി. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയും അൽഹംദുലില്ലാഹ് റമദാനിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്.